ഇന്ന് രാവിലെ മുതൽ ദില്ലിയിൽ കറങ്ങിയ മന്ത്രി വൈകുന്നേരം സൂര്യൻ അസ്തമിച്ച് എല്ലാവരും വീട്ടിൽ പോകാറായപ്പോൾ ഒരു സത്യം പുറത്തുവിട്ടിരിക്കുന്നു. പത്രക്കാരോടാണ് പറഞ്ഞത്. അതായത് കേന്ദ്ര ആരോഗ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് സമയം അനുവദിച്ചില്ല എന്നാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് കേരളത്തെ അറിയിച്ചിരിക്കുന്നത്. സത്യത്തിൽ CPM പ്രവർത്തകരെ പാർട്ടി ക്ലാസുകളിലൊക്കെ മണ്ടന്മാരാക്കുന്നത് പോലെ തന്നെ അരിയാഹാരം കഴിക്കുന്ന മുഴുവൻ കേരളത്തിലെ ജനങ്ങളെയും മണ്ടന്മാരാക്കുകയാണ്. ആശാവർക്കർമാരുടെ പ്രശ്നത്തിൽ റെസിഡന്റ് കമ്മീഷണർ വഴി കേന്ദ്രമന്ത്രിക്ക് നിവേദനം നൽകിയെന്നാണ് ഇപ്പോൾ മന്ത്രി പറയുന്നത്. കേന്ദ്ര ആരോഗ്യമന്ത്രിയെ കാണാനെന്ന പേരിലാണ് മന്ത്രി വീണ ജോർജ് ദില്ലിയിലേക്ക് പോയത്. പക്ഷെ അതിനല്ലായിരുന്നു. കേന്ദ്ര ആരോഗ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് അനുമതി തേടി അയച്ച കത്ത് മന്ത്രി പുറത്തുവിട്ടു. അനുമതി തന്നില്ല എന്നാണ് പറയുന്നത്. പക്ഷേ ഇങ്ങനെയാണോ ഒരു കേന്ദ്രമന്ത്രിയെ കാണാൻ പോകേണ്ടത് എന്നുള്ളതും മലയാളികൾക്ക് നന്നായി അറിയാം. ആശാവർക്കർമാരുടെ ഇൻസെന്റീവ് വർധനയാണ് കൂടിക്കാഴ്ചയിലെ ആദ്യ അജണ്ടയായി കത്തിൽ പറയുന്നത്. ഈ തട്ടിപ്പെല്ലാം കത്തിൽ എഴുതിയെങ്കിലും വീണ ജോർജ് ദില്ലിയിലെത്തിയത് ക്യൂബൻ ഉപപ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചക്കെന്ന വിവരം ഇതിനോടകം തന്നെ പുറത്തു വന്നിരിക്കുന്നു. സത്യത്തിൽ ആശാവർക്കർമാരെ പറ്റിക്കുന്നൊരു പരിപാടിയായിരുന്നു അത്. ദില്ലി സന്ദർശനത്തിന്റെ കാരണം മറ്റൊന്നെങ്കിൽ എന്തിന് കേന്ദ്രമന്ത്രിയെ കാണാൻ പോകുന്നുവെന്ന് തങ്ങളെ അറിയിച്ചുവെന്ന് നിരാഹാര സമരമിരിക്കുന്ന ആശാവർക്കർമാർ ചോദ്യം ഉന്നയിച്ചതോടെ സർക്കാർ വെട്ടിലായിരിക്കുന്നു. ദില്ലി അശോക് ഹോട്ടലിലാണ് ക്യൂബ പ്രതിനിധി സംഘവുമായുള്ള കേരള മന്ത്രിമാരുടെ കൂടിക്കാഴ്ച നടന്നത്. ആരോഗ്യമന്ത്രി വീണ ജോർജ്, കായിക മന്ത്രി അബ്ദുൾ റഹ്മാൻ എന്നിവരടക്കമുണ്ടായിരുന്നു. ആശാവർക്കർമാരെ ഇങ്ങനെ പച്ചയ്ക്ക് പറ്റിച്ച കഥ നാട്ടിൽ പാട്ടായതോടെ തലയുയർത്തി നടക്കാൻ പോലും കഴിയാത്തൊരു സ്ഥിതിയായി മാറിയിട്ടുണ്ട് കേരളത്തിലെ മന്ത്രിമാർക്ക്. അതിനെപ്പറ്റി പൊളിച്ചെടുക്കിയ PC വിഷ്ണുനാഥ് MLA ആ വാക്കുകൾ നമുക്കൊന്ന് കേട്ടു നോക്കാം. എങ്ങനെയാണ് ഒരു ജനവിരുദ്ധ പാർട്ടി ആയതെന്നുള്ളതിന്റെ ക്ലാസിക് ഉദാഹരണമായി ഈ ആശാ സമരത്തെ CPM നേരിട്ടതുകൊണ്ട് കേരളത്തിന് മനസ്സിലായി. ഇപ്പോൾ ആരോഗ്യമന്ത്രി ഡൽഹിയിലേക്ക് പോയിരിക്കുകയാണ്. ആ യാത്രയെ നിങ്ങൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ആരോഗ്യമന്ത്രി പോയപ്പോ എല്ലാരും പറഞ്ഞു JP നദ്ദയെ കാണാൻ പോവുകയാണ്, ആശാമാരുടെ ഇൻസെന്റീവ്സ് വർദ്ധിപ്പിക്കുന്നത് ചർച്ച ചെയ്യാൻ പോവുകയാണെന്നൊക്കെയാണ്. ഇപ്പൊ പറയുന്നത് ക്യൂബയിലെ ആരെയോ കാണാൻ പോയിരിക്കുകയാണ്, സമയമുണ്ടെങ്കിൽ പിന്നെ JP നദ്ദയെ കാണാൻ. ഇപ്പോൾ അപ്പോയിന്റ്മെന്റ് ലഭിച്ചിട്ടില്ല, മടങ്ങുകയാണ് എന്നാണ് നമുക്ക് അവസാനം. അപ്പോയിന്റ്മെന്റ് അവർ ചോദിച്ചിട്ടുണ്ടോന്ന് അറിയോ? ആർക്കെങ്കിലും അറിയോ? ആരോഗ്യമന്ത്രി, ഞാൻ ചോദിക്കട്ടെ, പിണറായി വിജയനെ കേരള ഹൗസിൽ വന്ന് കാണുന്ന നിർമ്മല സീതാരാമൻ ഉള്ളപ്പോൾ വീണ ജോർജിന് അപ്പോയിന്റ്മെന്റ് കിട്ടാൻ വല്ല പ്രയാസമുണ്ടോ? മുഖ്യമന്ത്രിയെ ഇങ്ങോട്ട് വന്ന് കാണുന്ന പിന്നെ ധനകാര്യമന്ത്രി ഉള്ള ഒരു ഗവൺമെന്റ് അല്ലേ കേന്ദ്രത്തിലുള്ളത്? ഇത്ര സ്വാധീനം. വിമാനത്താവളത്തിൽ വെച്ച് ഗവർണറോട് പറയുന്നു നാളെ ഞാനൊരു ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുന്നുണ്ട്, വരൂ എന്ന് പറയുമ്പോൾ ചെല്ലുന്ന ഗവർണർ ഉള്ള ഒരു മുഖ്യമന്ത്രിയല്ലേ? അപ്പൊ ഈ പാവങ്ങളുടെ കാര്യം സംസാരിക്കാൻ മാത്രം അപ്പോയിന്റ്മെന്റ് കിട്ടത്തില്ലേ? ഇന്നലെ ഒരു ചർച്ച നടക്കുന്നു. ആ ചർച്ച ആദ്യത്തെ NHM ചർച്ച അലസിപ്പിരിക്കുന്നു, പിന്നീട് മന്ത്രിതല ചർച്ചയും അലസിപ്പിരിക്കുന്നു. തൊട്ടടുത്ത ദിവസം ആരോഗ്യമന്ത്രി ഡൽഹിയിലേക്ക് പോകുന്നു. അപ്പോൾ ഇതിൽ എന്തെങ്കിലും അസ്വാഭാവികത പ്രതിപക്ഷം കാണുന്നു? സ്വാഭാവികതയില്ല. അവര് ക്യൂബക്കാരെ കാണാൻ പോയതാണെന്നല്ല വന്നത്. സ്വാഭാവികമാണ്, അവര് ക്യൂബക്കാരെ കാണുകയാണ്, ഈ പാവങ്ങളെ കാണാൻ പറ്റണില്ല. അതാണ്. ഇനി ഇവർ കാണും, പാവങ്ങളെ നന്നായി കാണും. 8 മാസം കഴിഞ്ഞ് ഇഷ്ടംപോലെ സമയം ഉണ്ടാവും അന്നേരം.